നമസ്കാരം സുഹൃത്തുക്കളെ. ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലീഗൽ അഡ്വൈസർ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യ തെറ്റാണ്, എൻ്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പത്തെ എന്തോ ഒരു ആവേശത്തിൽ എന്തോ നമ്മളിപ്പോൾ വണ്ടി അടിച്ചാൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. അതേമാതിരി എങ്ങനെയോ ഞാൻ ഈ സാധാരണ വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷെ അപ്പം എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. അപ്പോൾ അതിന് ഞാൻ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്ത്, ഒരുപാട് ആൾക്കാർ മറ്റേ ഡൽഹി പോലീസിനെ മെൻഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാണും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളക്കാരല്ലടാ, ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ? ഞാൻ എന്തെങ്കിലും ഞാൻ മതകീയമായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യലുണ്ട്, രാഷ്ട്രീയമായിട്ട് ഞാൻ ആരെയും കളിയാക്കലില്ല. ഞാൻ എൻ്റെ വ്ളോഗ് ഇടലുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ അങ്ങനെ ഓരോ റിയാക്ട് ചെയ്യലുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യലുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് പറയണത്. മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാപ്പ് പറയണത്. സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു തെറ്റാണ്. അത് ഞാൻ തിരുത്തി ഡിലീറ്റ് ചെയ്തിന് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ. പക്ഷേ അത് സ്പ്രെഡായി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ സോറി പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പേര് ഓക്കെ അനാഷ് എന്നാണ്. ഇതിൻ്റെ ശരിക്കത്തെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഞാൻ ആ പേര് പോലും ഞാൻ ഇതിലിടല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ എന്നുള്ള എല്ലാവരും കാണുന്നതാണ്. കുറേ ആൾക്കാർ രാജ്യദ്രോഹി, തീവ്രവാദി, സുഡാപ്പി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ പാടെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ മാനസിക നില തെറ്റുണ്ടടാ. നമ്മൾ മെൻ്റലി ഇനി എന്താ ചെയ്യുക, അങ്ങനെ മേലക്ക് ആലോചിക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മുഴുവൻ മെസ്സേജ് അയക്കുക, കോള്. ഇന്നിപ്പോൾ 1000 കോള് വന്നതേക്ക് ഓലൊക്കെ വിളിക്കുന്നതാണ് തീവ്രവാദി, സുഡാപ്പി, അങ്ങനെ. അപ്പം നമ്മളെ മൈൻഡ് ഇങ്ങനെ മാറുക. ഇനിയിപ്പോൾ മരിച്ചാലോ, അങ്ങനത്തെ ഒക്കെ തോട്ട് വരിക നമ്മളെ മൈൻഡിക്ക്. അപ്പം ദയവേത് അങ്ങനല്ല. ഞാനെന്താ വെച്ചാൽ സോറി പറയാണ്. കാരണം തെറ്റ് പറ്റിപ്പോയി. നമ്മൾ കേരളക്കാരല്ലടാ, നമുക്ക് ക്ഷമിച്ചൂടെ? നമ്മൾ ചിലപ്പോൾ ഇതിൽ എനിക്കൊരു പാർട്ടിയും ഇല്ല. നമ്മൾ UDF, LDF, BJP ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഏതെങ്കിലും പാർട്ടിനെ കുറ്റം പറയണേ, എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനൊന്നും ഇത് വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ നാഷണൽ വള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. അങ്ങോട്ടേക്കൊക്കെ മെൻഷൻ പോയി. അങ്ങനെ സത്യം പറഞ്ഞാൽ എടാ സുഡാപ്പി, നിൻ്റെയൊക്കെ ജീവിതം എന്തൊരു ദയനീയ ജീവിതമാടാ. നീയൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. പാർലമെൻറ്റ് കത്തിക്കണം, നമ്മുടെ ഭരണഘടന കത്തിക്കണം, സുപ്രീം കോടതി തകർക്കണം, പാട്ടുണ്ടാക്കി വെച്ചിട്ട് പൊളിച്ചടുക്കണം, ടക എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് നേരെ കല്ലെറിയണം, തോക്കുണ്ടെങ്കിൽ വെടിവെക്കണം, എന്തൊക്കെയാണ് പറഞ്ഞത്. ഇത് ചിലപ്പോൾ ഹിസ്റ്റോറിക് മൊമെൻ്റ് ആവും. കഴിഞ്ഞ വർഷം നേപ്പാൾ, അതിനു മുമ്പ് ബംഗ്ലാദേശ്, അതിനു മുമ്പ് ശ്രീലങ്ക, ഇത്തവണ ചിലപ്പം ഇന്ത്യ ആയിരിക്കും. എന്തൊക്കെ സ്വപ്നമാടാണ് നീയൊക്കെ കണ്ടത്? നിങ്ങൾ എന്താ കരുതുന്നത്? ഒരു കൂറ സംഘടന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന 1000 10,000 പോട്ടെ 1,00,000 പേരുമായിട്ട് വന്നിട്ട് സമരം ചെയ്യുമ്പോൾ ആ ആൾക്കൂട്ടം കണ്ടിട്ട് അവർ ഈ മഹാരാജ്യത്തിനെ അങ്ങ് തറ പറ്റിക്കുമെന്നൊക്കെ വിചാരിക്കുമ്പോൾ, ഇവിടെ 140 കോടി ജനങ്ങളുള്ള പൊട്ടന്മാരെ, നിശബ്ദരായി ഇരിക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നീക്ക് സിവിൽ വാർ എന്ന് കേട്ടിട്ടുണ്ടോ? പല രാജ്യത്തും ഇപ്പോഴും നടക്കുന്നുണ്ട്. സുഡാനിൽ, നൈജീരിയയിലൊക്കെ സിവിൽ വാർ നടക്കുന്നുണ്ട്. അതായത് ഒരു രാജ്യത്ത് തന്നെയുള്ള 2-3 ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രൂപ്പുകൾ പരസ്പരം ആ രാജ്യത്തിനകത്ത് നടത്തുന്ന യുദ്ധത്തിനാണ് കലാപത്തിൻ്റെ വലിയ ഭാവം യുദ്ധം. അതിനാണ് സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന രാജ്യങ്ങളെല്ലാം തകരും, അത് പിന്നോട്ടടിയും പോകും. ശിലായുഗത്തിലേക്ക് വരെ ചിലപ്പോൾ അത് പോയേക്കാം. അതൊരിക്കലും രാജ്യത്തിനും ജനതയ്ക്കും നല്ലതല്ല. അപ്പോൾ സിവിൽ വാറിന് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സംഖ്യകൾക്ക് താല്പര്യമില്ല. കാരണം അവർ രാജ്യസ്നേഹികളാണ്. അവരൊരിക്കലും ഒരു സിവിൽ വാറിന് മുതിരില്ല. അതിനാൽ അവർ നിശബ്ദരായിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾക്ക് അവിടെ 1,00,000 പേരെ കാണിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് 1 കോടി അല്ല, 10 കോടിയല്ല, 20 കോടിയല്ല, അതിലും കൂടുതൽ ആളുകളെ അവർക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ അവരിറങ്ങില്ല. അവർക്ക് അവർ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചു വിട്ട ഭരണാധികാരികൾ വിശ്വാസമുണ്ട്, ഈ രാജ്യത്തെ സൈന്യത്തെ വിശ്വാസമുണ്ട്, അവർ നോക്കിക്കോളുമെന്നറിയാം. അവർക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥ വരില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ നീയൊക്കെ ഇപ്പോൾ കാണുന്നതായിരിക്കുകയല്ല പിന്നെ കാണുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, സിവിൽ വാറിനൊന്നും BJPക്ക് സംഘിക്ക് താല്പര്യമില്ല. കാരണം അവനറിയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ രാജ്യം നശിക്കും, പിന്നോട്ട് പോകും. അതിന് ഒരിക്കലും മുതിരില്ല. എന്നൊക്കെ പറഞ്ഞാലും രാജ്യത്തിനെ പിന്നോട്ടടിക്കുന്ന ഒരു പരിപാടിക്കും സംഖ്യയെ കിട്ടത്തില്ല. അതുകൊണ്ട് മാത്രം കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് നീയൊക്കെ ഈ വെച്ച് അനുഭവിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് പാർലമെൻറ്റ് തകർക്കണം, ഭരണഘടന കീറിയെറിയണം, സുപ്രീം കോടതി ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നത്. ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? ഉളുപ്പ്. നീയൊക്കെ നാഴിക്ക് 40 വട്ടം സവർക്കറെ ഷൂ നക്കി മാപ്പ് പറഞ്ഞവൻ എന്നൊക്കെ പറയും.
ആ പറയുന്നതിനകത്ത് നിനക്കൊക്കെ തന്നെ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ വർത്തമാനകാലത്തിൽ എന്നെപ്പോലെയുള്ളവർ കാണുന്നത് എന്നാണെന്നറിയോ? നിന്നെപ്പോലുള്ള മുസ്ലിം നാമധാരികൾ വരിയായിട്ട് വന്ന് ഇതേപോലെ മാപ്പ് പറഞ്ഞ് മെഴുകുന്ന കാഴ്ചയാടാ ഏരണം കെട്ടവനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാടാ ഷൂ നക്കിയത്? യഥാർത്ഥത്തിൽ ആരാടാ മാപ്പ് പറഞ്ഞത്? നാണം ഉണ്ടോടാ ചളുക്കുകളെ നിനക്കൊക്കെ?